നമസ്കാരം. നമ്മളിന്ന് തുടങ്ങാൻ പോകുന്ന പ്രോബ്ലത്തിൻ്റെ ഒരു ചെറിയൊരു പ്രത്യേകത ഞാൻ ആദ്യം തന്നെ പറയാം. അതായത് ഔട്ട്വേർഡ് ജേർണി മാത്രമേ ഇവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ, ഇൻവേർഡ് ജേർണി ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. അതായത് വൺ ജേർണി എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ജേർണി പ്ലസ് റിട്ടേൺ ജേർണി അല്ലെങ്കിൽ ഇൻവേർഡ് ജേർണി. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് യാത്ര തിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നത് ഔട്ട്വേർഡ് ജേർണിയും ചെന്നൈയിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്ന ഇൻവേർഡ് ജേർണിയാണ്. അപ്പം കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നു, ഔട്ട്വേർഡ് ജേർണി. അപ്പോൾ ജേർണിയുടെ ഹാഫ് ആയതേ ഉള്ളൂ. ദെൻ ചെന്നൈയിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്നു, ഇൻവേർഡ് ജേർണി, പിന്നെയും ഹാഫ്. അങ്ങനെ ഹാഫ് ഹാഫ് അര അര കൂടുമ്പോഴാണ് വൺ ജേർണി ഇവിടെ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെയാണെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് 1000 ടണ്ണ് 2000 ടണ്ണ്, അതായത് കൊൽക്കത്ത എന്ന പറയുന്ന തുറമുഖത്ത് നിന്ന് 1000 ടൺ ചെന്നൈയിലേക്കും 200 ടണ്ണ്, ഞാൻ 2000 പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം, 200 ടണ്ണ് വിശാഖപട്ടണത്തിലേക്കുമാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ വിശാഖപട്ടണത്തിൽ നിന്നിട്ട് ഈ 200 ടൺ അവിടെ ഇറക്കിയിട്ട് ചെന്നൈയിലേക്ക് 500 ടൺ നമ്മൾ എന്ത് ചെയ്യുന്നു, വിശാഖപട്ടണത്തിൽ നിന്ന് കാർഗോ ലോഡ് ചെയ്യുന്നു. അതായത് വിശാഖപട്ടണം മുഖേനയാണ് എവിടെ എത്തിച്ചേരുന്നത്, ചെന്നൈയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഓരോ ടണ്ണിനുമുള്ള എത്ര രൂപ വെച്ചാണെന്നുള്ള കാര്യം കൃത്യമായി നമ്മുടെ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. അത് നമ്മൾ പ്രോബ്ലത്തിൽ വോയേജ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. പിന്നീടുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ പ്രൈമേജ് എന്ന് പറയുമ്പോൾ ഈ ഫ്രൈറ്റിൻ്റെ എല്ലാം ആകെ തുകയുടെ 10% പ്രൈമേജ്. അഡ്രസ് കമ്മീഷൻ ഈ പറയുന്ന ഫ്രൈറ്റിൻ്റെയും ഈ പറയുന്ന പ്രൈമേജിൻ്റെയും ആകെ തുകയുടെ 5% അഡ്രസ് കമ്മീഷൻ. ബ്രോക്കറേജും അതുപോലെ തന്നെയാണ്, എക്സ്പെൻസ് ആണ് ഷിപ്പിംഗ് കമ്പനിക്ക്. വോയേജ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന ഒരു ഐറ്റമാണ്. അതും ഈ പറയുന്ന പോലെ തന്നെ ഫ്രൈറ്റിൻ്റെയും പ്രൈമേജിൻ്റെയും ആകെ തുകയുടെ 2.5% ബ്രോക്കറേജ് വരുന്നത്. നമ്മളുടെ ഫ്രൈറ്റ്, നമ്മളുടെ കാർഗോ, നമ്മളുടെ ഗുഡ്സ് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതും 1/2% ആണ്, അതായത് 0.5%. അതുപോലെ തന്നെ ഹൾക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഷിപ്പാണ്. ഷിപ്പിനും നമ്മൾ ഇൻഷുറൻസ് എടുക്കണം. കാരണം പോകുന്ന വഴിക്ക് എന്തെങ്കിലും ആപത്തുണ്ടായി ഷിപ്പ് നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വൻ നഷ്ടമായിരിക്കും ഉണ്ടാവുന്നത്. ആ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഷിപ്പ് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ വോയേജിലേക്കാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. അത് 1% ആണ് ഇൻഷുറൻസ്. അപ്പം എപ്പോഴും ഷിപ്പിന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഷിപ്പിൻ്റെ തുക എത്ര ആണോ, ഷിപ്പിൻ്റെ കോസ്റ്റ് എത്രയാണോ, ഷിപ്പിൻ്റെ വാല്യൂ എത്ര ആണോ, ആ വാല്യൂവിനായിരിക്കും നമ്മൾ 1% ഇൻഷുറൻസ് എടുക്കുന്നത്. 1 കോടി രൂപയാണ് വാല്യൂ. അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 1% ആണ്. 1 crore into 1/100. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസിൻ്റെ തുക നമുക്ക് ലഭിക്കത്തുള്ളൂ. ഡിപ്രീസിയേഷൻ അതുപോലെ തന്നെയാണ്, 3% ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്ന അസറ്റിൻ്റെ വാല്യൂ എത്ര ആണോ അതിനാണ് ഡിപ്രീസിയേഷൻ റേറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ അസറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഷിപ്പാണ്, നമ്മളുടെ ഹള്ളാണ്. ഹള്ളിൻ്റെ വാല്യൂ എത്രയാണ്, 1 കോടിയാണ്. ആ 1 കോടിക്കാണ് നമ്മൾ 3% ഡിപ്രീസിയേഷൻ നൽകേണ്ടത്. ഇനി നമുക്കറിയാം അല്ലേ, കൊൽക്കത്തയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ കയറ്റുന്നു, അത് വിശാഖപട്ടണം വഴി ചെന്നൈയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ നമ്മൾ ഓരോ തുറമുഖത്തും നമുക്കുണ്ടാവുന്ന ചിലവുകളെല്ലാം ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ചിലവുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വോയേജ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓരോ തുറമുഖത്തിനും നമ്മൾ സെപ്പറേറ്റ്ലി വോയേജ് അക്കൗണ്ട് തയ്യാറാക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അങ്ങനെ യാതൊരു ആവശ്യവുമില്ല. നമുക്ക് ഒന്നിച്ച് ഈ പറഞ്ഞ എക്സ്പെൻസുകളെല്ലാം ആഡ് ചെയ്ത് നമുക്ക് എമൗണ്ട് കോളത്തിലേക്ക് ഒരു എമൗണ്ടായിട്ട് നമുക്ക് കാണിച്ചാൽ മതിയാകും. കാരണം ഇത് നമ്മൾ ഒന്നിലകം തുറമുഖത്തിലൂടെ നമ്മളുടെ ഷിപ്പ് കടന്നു പോകുന്നുണ്ടെങ്കിലും അത് നമ്മൾ 1 വോയേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ വോയേജ് നടക്കുന്ന സമയത്ത് നമ്മളാണെങ്കിൽ സ്റ്റോർസ് നമ്മൾ പർച്ചേസ് ചെയ്തു. ആ പർച്ചേസ് ചെയ്ത എമൗണ്ട് 50,000. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈ ജേർണി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോറിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 40,000 രൂപയാണ്. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഏകദേശം 30,000 രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നീട് നമ്മൾ വർക്കിംഗ് നോട്ടിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്തതാണ് സ്റ്റോക്ക് ഓഫ് കോള്. അതും ഈ പറയുന്ന കൂട്ടുപോലെ അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 30,000. പിന്നീട് ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000. പിന്നീട് കണ്ടോ, ഇതാണ് നമ്മുടെ കോൾ പർച്ചേസ്ഡ് അല്ലേ. കോൾ പർച്ചേസ് എന്ന് പറയുമ്പം 1,30,000 വരും. അപ്പോൾ ഈ പർച്ചേസ്ഡ് എമൗണ്ടും ഈ പറയുന്ന ക്ലോസിംഗ് എമൗണ്ടും ഈ പറയുന്ന ഓപ്പണിംഗ് എമൗണ്ടും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഫൈനൽ എമൗണ്ട് മാത്രമേ നമ്മൾ വോയേജ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ എഴുതാൻ പാടുള്ളൂ. അത് ഞാൻ വർക്കിംഗ് നോട്ടായിട്ട് സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട്.
അതുപോലെ തന്നെയാണ് അടുത്തതാണ് എന്താണ് ജേർണി ഓഫ് ടു ചെന്നൈ അല്ലേ. ചെന്നൈയിലേക്കുള്ള യാത്ര ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. ചെന്നൈയിൽ നിന്ന് ഇതുവരെ കണ്ടോ, ബട്ട് ദ ഷിപ്പ് ഹാസ് നോട്ട് കം ബാക്ക് ടു ദ കൊൽക്കത്ത പോർട്ട് ഇൻ ദ നിയർ ഫ്യൂച്ചർ ആസ് പാർട്ട് ഓഫ് ദ വോയേജ് പ്രോഗ്രാം. നമ്മളുടെ ഈ വോയേജുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഷിപ്പ് എവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, ചെന്നൈയിൽ എത്തിച്ചെന്നിട്ടുണ്ട്. പക്ഷെ ചെന്നൈയിൽ നിന്ന് ഇതുവരെ ഷിപ്പ് പുറപ്പെട്ടിട്ടില്ല. ദാറ്റ് മീൻസ് ഔട്ട്വേർഡ് ജേർണി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഔട്ട്വേർഡ് ജേർണിയുടെ എക്സ്പെൻസുകൾ മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു അസംഷനിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സാലറീസ് ആൻഡ് വേജസ് എന്ന് പറയുന്നത് പെർ മന്ത് ആണ്. ഇതൊന്ന് സൂക്ഷിക്കണം, പെർ മന്ത് ആണ്. നമ്മുടെ വോയേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 1 വോയേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ച് 31 വോയേജ് അവസാനിക്കുന്നത്. അതുകൊണ്ട് 2 മാസക്കാലത്തെയാണ് വോയേജിൻ്റെ കാലാവധി എന്ന് പറയുന്നത്, സമയം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, സാലറീസ് ആൻഡ് വേജസ് 2 മാസത്തെ കണ്ടുപിടിച്ചാൽ മതി. ഇനി ഞാൻ ആൻസറിലേക്ക് ഞാൻ കടക്കുകയാണ്. അപ്പം ഇങ്ങനെയൊരു ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് വളരെയധികം ഉചിതമായിരിക്കും. അപ്പം ഇതാണ് നമ്മളുടെ ഫോർമാറ്റ്. അപ്പം ഞാനിവിടെ പ്രത്യേകം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് ഒരു വോയേജ് അല്ലേ, വൺ ജേർണി, അതായത് ഔട്ട്വേർഡ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. റിട്ടേൺ അല്ലെങ്കിൽ ഇൻവേർഡ് ജേർണി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം നമ്മൾ നോക്കിക്കേ, നമ്മൾ വോയേജ് അക്കൗണ്ട് ഫോർ ദ പീരീഡ് എൻറ്റേർഡ് 1 February to 31 March ആണ്. അടുത്തത് നോക്കിക്കേ, ഞാനുണ്ടോ പോർട്ട് ചാർജസ്. ഞാൻ മുമ്പേ പറഞ്ഞു കൊൽക്കത്ത വിശാഖപട്ടണം, കൊൽക്കത്തയിൽ 36,000 ആയി, വിശാഖപട്ടണം 20,000 ആയി, അതുപോലെ തന്നെ ചെന്നൈയിൽ 20,000 ആയി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ 76,000 ഡെബിറ്റ്സ് സൈഡിലെ എമൗണ്ട് കോളത്തിലേക്ക് എഴുതിയത്. കോൾ കൺസ്യൂംഡ് 1,10,000, കോൾ കൺസ്യൂംഡ് 1,10,000. ഇത് എവിടെ നിന്ന് വന്നെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് വർക്കിംഗ് നോട്ടായിട്ട് കാണിച്ചു നൽകാം. നമുക്കിനിയും വർക്കിംഗ് നോട്ടിലേക്ക് പോകാം. കണ്ടോ, ഇതാണ് നമ്മളുടെ വർക്കിംഗ് നോട്ട്. കാൽക്കുലേഷൻ ഓഫ് കോൾ കൺസ്യൂംഡ് ഡ്യൂറിങ് ദ വോയേജ് സമയത്ത് ഉണ്ടായിട്ടുള്ള എത്രത്തോളം കോൾ നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് കോൾ, അതായത് വോയേജ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ 10,000 രൂപയുടെ കോൾ ഉണ്ടായിരുന്നു. പർച്ചേസ്, അതായത് ആ വോയേജ് സമയത്ത് നമ്മൾ കോൾ വാങ്ങിച്ചത് 1,30,000 റുപ്പീസിൻ്റെയാണ്. അപ്പോൾ 10 lakh അല്ല, 10,000 പ്ലസ് 1,30,000, 1,40,000. നമ്മളുടെ ഏകദേശം ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്രയാകുമെന്ന് നമ്മളൊരു എസ്റ്റിമേഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 നമ്മൾ കുറച്ചു. അപ്പോൾ നമ്മൾ ആക്ച്വൽ കോൾ കൺസ്യൂംഡ് ഡ്യൂറിങ് ദ വോയേജ് എന്ന് പറയുന്നത് 1,10,000 ആണ്. ഇനി അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ പറയുന്ന സ്റ്റോർസിൻ്റെ കേസിലും, അതായത് വോയേജിൻ്റെ സമയത്ത് നമ്മൾ എത്രത്തോളം സ്റ്റോർസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ, ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്, 40,000. അതിൻ്റെ കൂടെ ആ വോയേജ് സമയത്ത് നമ്മൾ വാങ്ങിച്ച സ്റ്റോർസ്, പർച്ചേസ്ഡ് സ്റ്റോർസ് എന്ന് പറയുമ്പോൾ 50,000 ആണ്. 40,000 50,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 90,000 കിട്ടും. 90,000 ഈ പറയുന്ന ക്ലോസിംഗ് സ്റ്റോക്കായ 30,000 എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ വോയേജിൻ്റെ സമയത്ത് നമ്മൾ എത്രത്തോളം സ്റ്റോർസ് കൺസ്യൂം ചെയ്തു, യൂസ് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. 60,000 രൂപ. അപ്പോൾ ഈ 60,000 ഈ 1,10,000 രൂപയാണ് ഞാൻ ഈ പറയുന്ന വോയേജ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 1,10,000 60,000 ഞാനിവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ക്വസ്റ്റിനകത്ത് പ്രത്യേകം വന്നിട്ടുണ്ട് ഹാർബർ ചാർജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്ന് പറയുമ്പോൾ കൊൽക്കത്തയിലെ 10,000, വിശാഖപട്ടണത്തിലെ 20,000, ചെന്നൈയിലെ 15,000 കൂടെ കൂട്ടിയിട്ടാണ് ഈ 45,000 ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ കണ്ടിജൻസി എന്ന് പറയുമ്പോൾ 3 പോർട്ട്, ചെന്നൈ, വിശാഖപട്ടണം, കൊൽക്കത്ത, വിശാഖപട്ടണം, ചെന്നൈ, ഇപ്പോൾ 3 കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ 19,000 ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അഡ്രസ് കമ്മീഷൻ നമുക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഇൻകം, ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ് ഫ്രൈറ്റ്, ചരക്ക് കൂലി എന്ന് പറയുന്നത്. കൊൽക്കത്തയിൽ നിന്ന് ചെന്നൈയിലേക്കാണെങ്കിൽ നമ്മൾ കയറ്റിയിരിക്കുന്ന ടൺ എത്രയാണ്, 1000 ടണ്ണാണ്. ഒരു ടണ്ണിന് 600, അങ്ങനെ 6 ലക്ഷം. കൊൽക്കത്ത ടു വിശാഖപട്ടണത്തേക്കാണെങ്കിൽ 200 ടൺ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഒരു ടണ്ണിന് 500 രൂപ, മൊത്തം 1 ലക്ഷം. വിശാഖപട്ടണത്തിൽ നിന്ന് ചെന്നൈയിലേക്കാണെങ്കിൽ
നമ്മുടെ ടൺ എത്രയാണ് 500 ടൺ, ഒരു ടണ്ണിന് 400, മൊത്തത്തിലാണ് 2 ലക്ഷം. 6 ലക്ഷം, 1 ലക്ഷം, 2 ലക്ഷം, 9 ലക്ഷം. 9 ലക്ഷമാണ് നമ്മുടെ ഫ്രൈറ്റ്. ക്വസ്റ്റിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫ്രൈറ്റിൻ്റെ 10% പ്രൈമേജ്. അതുകൊണ്ടാണ് 9 ലാക്ക് ഇൻറ്റു 10/100 ചെയ്ത് നമുക്ക് 90,000 നമുക്ക് പ്രൈമേജ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫ്രൈറ്റും പ്രൈമേജും കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പറയുന്ന അഡ്രസ് കമ്മീഷനിലേക്ക് പോകാൻ പാടുള്ളൂ. അങ്ങനെ ഫ്രൈറ്റിന് 9 ലാക്ക്, പ്രൈമേജിന് 90,000, അതിനോട് ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിൻ്റെ 5% ആണ് നമ്മൾക്ക് 49,500 നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്താണ് ബ്രോക്കറേജ്. ഫ്രൈറ്റും പ്രൈമേജും കൂടെ ആഡ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2.5% ആണ് നമുക്ക് 24,750 നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറയുമ്പം ഇതേപോലെ തന്നെ ഫ്രൈറ്റ് ഇൻഷുറൻസ് ആണ്. അതുകൊണ്ട് ഫ്രൈറ്റിൻ്റെയും പ്രൈമേജും കൂടെ ആകെ തുകയുടെ 0.5% ആണ് നമ്മളിവിടെ 4,950 എഴുതിയിരിക്കുന്നത്. ഷിപ്പ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ കോസ്റ്റിൻ്റെ 1% ആണ്. 1 crore into 1/100, 1 lakh ആണ് നമ്മുടെ ഇൻഷുറൻസ് തുക. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നതും ആ ഷിപ്പിൻ്റെ കോസ്റ്റ് വേണം നമ്മൾ എടുക്കേണ്ടത്. 1 കോടി രൂപ ഇൻറ്റു അതിൻ്റെ റേറ്റ് 3/100. പിന്നെ നമ്മൾ 2 മാസമാണ് വോയേജ് ഉള്ളത്. അതുകൊണ്ടാണ് 2 months ഡിവൈഡ് ബൈ 12 months ചെയ്തത്. 50,000 രൂപയാണ് ഡിപ്രിസിയേഷൻ. പിന്നെ സാലറീസ് ആൻഡ് വേജസ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെയാണ് 80,000 രൂപ. അങ്ങനെയാണെങ്കിൽ 2 മാസം. കാരണം വോയേജ് തുടങ്ങുന്ന ഫെബ്രുവരി 1-നും വോയേജ് അവസാനിക്കുന്ന മാർച്ച് 31-നുമാണ് 2 മാസക്കാലം. അതുകൊണ്ട് നമ്മൾ ഇന്ന് 1,60,000. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ സെറ്റെല്ലാം കൂടെ നമ്മൾ കൂട്ടി നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 2,90,800 കിട്ടി. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റാണ്. അത് നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? സോറി, ഞാനിവിടെ എഴുതാൻ മറന്നുപോയതാണ്. എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ജനറൽ PL. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എഴുതേണ്ട ഐറ്റം ഏതാണ്, എഴുതേണ്ട ടേം ഏതാണ്. ജനറൽ PL അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക്സ്.